ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന മൾട്ടി സ്റ്റാർ ചിത്രം അതിരടി സെൻസറിംഗ് പൂർത്തിയാക്കി. ക്ലീൻ യു സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചത്. 2 മണിക്കൂർ 38 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രം 2026 മെയ് 14 ആഗോള റിലീസായി തിയേറ്ററുകളിലെത്തും. ഒരു മാസ് കോമഡി ക്യാമ്പസ് എന്റർടൈനർ ആയിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അനന്തു എസും ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ചേർന്നാണ് ചിത്രമൊരുക്കുന്നത്. നവാഗതനായ അരുൺ അനിരുദ്ധനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിറും ടൊവിനോ തോമസുമാണ് ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസർമാർ. ചിത്രത്തിൽ നിന്ന് പുറത്തുവന്ന ഗാനങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ മികച്ച ശ്രദ്ധ നേടിയെടുത്തിട്ടുണ്ട്. ആദ്യം പുറത്തുവന്ന തേടി നടന്നൊരു തേനീച്ച എന്ന ഗാനവും രണ്ടാമതെത്തിയ പട്ടിഷോ എന്ന ഗാനവും മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ക്യാമ്പസ് പശ്ചാത്തലത്തിലാണ് ചിത്രം കഥ പറയുന്നത്. സാംകുട്ടി എന്ന സ്റ്റൈലിഷ് കോളേജ് വിദ്യാർത്ഥി കഥാപാത്രമായാണ് ബേസിൽ ജോസഫ് ഈ ചിത്രത്തിൽ എത്തുന്നത്. ശ്രീകുട്ടൻ എന്ന ഗായകനായി ടൊവിനോ തോമസ് എത്തുമ്പോൾ വിനീത് ശ്രീനിവാസനായി തന്നെയാണ് വിനീത് എത്തുന്നത്. ഷാൻ റഹ്മാനും ചിത്രത്തിന്റെ താരനിരയിലുണ്ട്. റിയ ഷിബു, സരിൻ ഷിഹാബ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മിന്നൽ മുരളിക്ക് ശേഷം ബേസിൽ ജോസഫും ടൊവിനോ തോമസും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിലും ചിത്രം പ്രേക്ഷക ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ ആക്ഷനും കോമഡിയും കോർത്തിണക്കി ഒരുക്കുന്ന ഒരു പക്ക ഫെസ്റ്റിവൽ ചിത്രമായാണ് അതിരടി ഒരുങ്ങുന്നത്. പോൾസൺ സ്കറിയ, അരുൺ അനിരുദ്ധൻ എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ചത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ചിത്രം പ്രദർശനത്തിനെത്തും. വിഷ്ണു വിജയ് സംഗീതമൊരുക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ചമൻ ചാക്കോയാണ്.